അല്ലെ? ഭക്ഷണം കഴിക്കാൻ സമയമായി. എന്നാൽ അതിനെ ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു ത്യാഗമാണ്. ആ ത്യാഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് മനസ്സിനെ നമ്മൾ വിചാരിക്കുന്ന വശത്തേക്ക് നിയന്ത്രിതമായി പോകുന്ന മനസ്സിനെ പിടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശീലിപ്പിക്കുന്നത് വ്രതങ്ങളിലൂടെയാണ്, അല്ലെ? ഷഷ്ടിവ്രതം അങ്ങനെയുള്ള പല വ്രതങ്ങളും എടുക്കുമ്പോൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കപ്പെടുക. ഭഗവാൻ കഴിച്ച ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ, അല്ലെ? ഈ 9 ദിവസങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ മനസ്സ് വളരെ ശാന്തമാകും. അപ്പോൾ ഇവിടെ സൽക്കഥകൾ കേൾക്കണം, ഇവിടെ നൃത്തങ്ങളും ഗീതങ്ങളും വാദ്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതാർക്ക് വേണ്ടിയിട്ടാണ്? നമ്മൾക്കും ദേവിക്കും. പൂജാ സമയങ്ങളിലൊക്കെ, പൂജയുടെ അവസാന സമയങ്ങളിൽ അവിടെ നൃത്തം, ഗീതം, വാദ്യം, ഛത്ര, ചാമരാജ്, സമസ്ത രാജ ഉപചാര പൂജ സമർപ്പയാക്കിയെന്ന ദേവിക്ക് പൂജയുടെ അവസാനത്തെ സമയമാകുമ്പോഴത്തേക്കും ഇത് മന്ത്രങ്ങളെ ചൊല്ലി സമർപ്പിക്കും. കാരണം എന്താ വെച്ചാൽ നൃത്തം സമർപ്പയാമി ദേവി, നൃത്തങ്ങളെ സമർപ്പിക്കുന്നു. ഇവിടെ നൃത്തം നടത്താനുള്ള ഡെയിലി നൃത്തം നടത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ദേവിയോട് പറഞ്ഞ നൃത്തങ്ങളുണ്ട്, നൃത്തങ്ങളുണ്ട്, ഗീതം സമർപ്പയാമി, ഗീതങ്ങളുണ്ട്. അപ്പൊ അതിനാണ് ഉത്സവങ്ങളിലൊക്കെ നമ്മൾ സോപാന സംഗീതങ്ങളും നാദസംഗീത ചട്ടങ്ങളും ഒക്കെ ആയിട്ട് ഉത്സവങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത്. ദേവിക്ക് ഇതിന്റെ സമർപ്പണമാണതല്ല. അപ്പൊ നൃത്തം, ഗീതം, വാദ്യം, ഛത്ര, സാമധാരി, സമസ്ത രാജ്യം, രാജാവിനെ എങ്ങനെയാണ് നമ്മൾ പൂജിക്കപ്പെടുന്നത് അതുപോലെയുള്ള എല്ലാ ഉപചാരങ്ങളും ദേവിക്ക് സമർപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് നമ്മൾ ഉത്സവങ്ങളിലും ഇതേപോലെയുള്ള ദിവസങ്ങളിലൊക്കെ കലാപരിപാടികളൊക്കെ നടത്തുന്നത്. ഇവിടെ വ്രതമായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്തുവാണ്? അടിപൊളി. പറ്റുമോ? ക്ലാസിക്കലായിട്ടുള്ള നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടുന്ന രീതിയിലുള്ള പരിപാടികളെ പാടുള്ളൂ. പക്ഷെ നമ്മുടെ ആൾക്കാർ വിമർശകരാണ്, അല്ലെ? വിമർശകരായതുകൊണ്ട് ചിലപ്പോൾ ഇതിനൊക്കെ വിമർശനങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇത് ദേവിക്കും കേൾക്കണം, നമുക്കും കേട്ടാൽ പോലെ ദേവിക്ക് ആസ്വദിക്കപ്പെടണം. ആ ആസ്വാദനത്തിലൂടെ ദേവി നിങ്ങളെ അനുഗ്രഹിക്കപ്പെടണം, അവർക്ക് കലാമൂല്യങ്ങളെ വർദ്ധിക്കപ്പെടണം, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലാസിക്കലായിട്ടുള്ള ദേവിക്കും ഇഷ്ടപ്പെടുന്ന പരിപാടികളൊക്കെ വർദ്ധിപ്പിക്കപ്പെടണം. അതാണ്